ഗൈസ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് നമസ്കാരം. ഞാനിപ്പം കാഠ്മണ്ഡുവിലുള്ള സോൾട്ടി, അതൊരു 5 സ്റ്റാർ ഹോട്ടലാണ് കേട്ടോ. അവിടെ ഉള്ള ക്യാസിനോ മാജോങ്ങിലാണ്. നമ്മൾ കാഠ്മണ്ഡുവിൽ കുറച്ച് ദിവസമായി, പക്ഷേ നമ്മൾ ഇതുവരെ ക്യാസിനോൻ്റെ ഉള്ളിൽ കയറിയില്ല. നമ്മുടെ നാട്ടിലുള്ള കേരളത്തിലെ ആൾക്കാർക്കൊന്നും എന്താണ് ക്യാസിനോ ഒന്നും അറിയില്ല. അപ്പം ഞാൻ ഇന്ന് ഇതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന സബ്സ്ക്രൈബർ ടിക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ ബെല്ലൈക്കനുണ്ട് അമർത്തിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടൊക്കെ ലഭിക്കുന്നതാണ്. കാരണം ഇന്നലെ ഞാൻ അവിടെ വന്നിരുന്നു നൈറ്റിൽ, പക്ഷേ പെർമിഷൻ ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നാൽ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കാണാം. നിങ്ങൾ മുഴുവനായിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ കാഠ്മണ്ഡുവിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളിതാ ഈ കാസിനോൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ഇവർ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സർവീസൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിൽക്കുന്ന റൂമിൽ നിന്ന് എന്നെ കാറിൽ പിക്ക് ചെയ്തിട്ട് ഇവിടെ കൊണ്ടാക്കി തന്നു. ഭയങ്കര അടിപൊളി സർവീസൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ കാണാം. ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ളൊരു സംഭവമാണ് ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും. നമുക്കെന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം. അവിടെ ഭയങ്കര സെക്യൂരിറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് വീഡിയോ മറ്റ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ പെർമിഷൻ വാങ്ങി, അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ എടുക്കാൻ വന്നത്. ഇന്നലെ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു, കാരണം നമുക്ക് പെർമിഷൻ കിട്ടിയില്ല. നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടല്ലേ, അവിടെ ഓരോ റൂൾസ് ഉണ്ട് കണ്ടല്ലേ. ക്യാമറ പ്രൊഹിബിറ്റഡ് ആണ്. പിന്നെ 18 വയസ്സിനുള്ള താഴെയുള്ള കുട്ടികൾ ഇതിനുള്ളിൽ കയറാൻ പറ്റില്ല. പിന്നെ ഇവിടെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് അല്ലേ. ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം നമുക്കിതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ നമ്മുടെ ID കാർഡ് കാണിക്കണം കേട്ടോ. ആക്ച്വലി ഇത് നേപ്പാളി പീപ്പിൾസിന് ഇവിടെ അലോഡ് അല്ല, ഇന്ത്യക്കാർക്കും ഫോറിനേഴ്സിന് മാത്രമേ ഇവിടെ അലോഡ് ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ എന്തെങ്കിലും വാലിഡ് ആയിട്ടുള്ള ID കാർഡ് കാണിച്ചാൽ മാത്രമേ ഇവർ ഉള്ളിലേക്ക് നമുക്ക് എൻട്രി തരുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ID കാർഡ് കാണിച്ചിട്ട് കയറാനല്ലേ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവർ ഓരോ ഇന്ത്യനാണെങ്കിൽ ആധാർ കാർഡ് അല്ലെങ്കിൽ വോട്ടർ ID കാർഡ് കാണിക്കുക, അല്ലെങ്കിൽ ഇത് പാസ്പോർട്ടിൻ്റെ കോപ്പി കാണിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും കേട്ടോ. പിന്നെ ചൈനീസിനാണെങ്കിൽ ഇതുപോലെ അവരുടെ ID കാർഡ് പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും. നമ്മുടെ ആധാർ കാർഡ് കാണിച്ചിട്ടാണ് ഉള്ളിൽ കയറുന്നത്. ഇതാണ് നമ്മുടെ ആധാർ കാർഡ്. അപ്പോൾ നമുക്ക് കാണിക്കാം. അപ്പം നമ്മുടെ വെരിഫിക്കേഷൻ കഴിഞ്ഞു. നമുക്ക് ഉള്ളിലേക്ക് കയറാം. കാരണം ഭയങ്കര സെക്യൂരിറ്റിയാണ് ഇതിൻ്റെ ഉള്ളിൽ, അതുകൊണ്ടാണ് അവർ വെരിഫൈ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നേപ്പാളീസിനൊന്നും ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. അവിടെ ഗവൺമെൻറ് ബാൻ ചെയ്താണ്, അതുകൊണ്ടാണ് ഇവർ ആധാർ കാർഡൊക്കെ ചെക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാം. അപ്പോൾ നമ്മുടെ വെരിഫിക്കേഷൻ ചെക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പാലസിൻ്റെ ഉള്ളിൽ കയറിയ മതിയായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും അടിപൊളി ആംബിയൻസ് അതിൻ്റെ ഉള്ളിൽ ലൈറ്റിംഗ് ആണ്, ഒന്നും പറയാനില്ല. അങ്ങനെ നമ്മൾ എൻട്രി ചെയ്തിരിക്കുന്നത് റിസപ്ഷനിലേക്കാണ്. ഇതാണ് റിസപ്ഷൻ കേട്ടോ. നമസ്തേ. ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഇന്ത്യക്കാർക്ക് കയറാൻ വേണ്ടിയിട്ട് 2500 രൂപ വേണം കേട്ടോ. അപ്പം ഇവിടെ ഇന്ത്യൻ കറൻസി ഒക്കെ എടുക്കും. അപ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. 2500 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് കൂപ്പൺ കിട്ടും. അതായിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. അപ്പം ഞാൻ അതാ നമ്മുടെ നാട്ടിലത്തെ 2500 കേട്ടോ, 2500 കൊടുക്കുകയാണ്. നമുക്കിതാ 2500-ന് 5 കോയിൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ നമുക്കിതാ ഡിന്നർ കൂപ്പൺ കിട്ടിയിട്ടുണ്ട്, ഡ്രിങ്കിൻ്റെ കൂപ്പൺ കിട്ടിയിട്ടുണ്ട്, 2 പെഗ് ഉണ്ട്, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ കൂപ്പൺ കിട്ടിയിട്ട് കേട്ടോ. നമുക്ക് ഈ 2500 രൂപയ്ക്ക് ഇത്രയും സാധനങ്ങൾ ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്കിതാ 500 രൂപയുടെ കോയിന് കിട്ടി. പിന്നെ അതാ അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു കൂപ്പണും കിട്ടിയിട്ടു. നമുക്കിതിൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡ് ഉണ്ട്, പിന്നെ ഡ്രിങ്ക് ഉണ്ട്, പിന്നെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ബാക്കി ഇതിൻ്റെ മുകളിലത്തെ കാഴ്ചകളൊക്കെ കാണാം. നമ്മളൊരു പാലസിൻ്റെ ഉള്ളിൽ എങ്ങനെയാണോ കയറിയത് അതുമാതിരി ആയിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ആംബിയൻസ് ഒക്കെ ഒന്നും പറയാനില്ല. ഫുള്ള് ലൈറ്റിങ്ങും അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ബാക്കി മുകളിലേക്ക് കയറി നോക്കാം.
ഈ കാസിനോൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അതിമനോഹരമാണ് കേട്ടോ. നമ്മൾ വേറെ എവിടെയോ എത്തിപ്പെട്ട രീതിയിലാണ്. നല്ല ലൈറ്റും ഇൻറ്റീരിയറും കളർഫുള്ളായിട്ടുള്ളൊരു തീമായിരുന്നു. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കുറേ വെറൈറ്റി ഗെയിമുകളുണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഗെയിമിംഗ് സെക്ഷനിലേക്കാണ് പോയത്. 2500 രൂപ നമ്മൾ അടച്ചത് കൊണ്ട് തന്നെ നമുക്ക് 500 രൂപയുടെ 5 കോയിൻസ് തന്നിരുന്നു. അപ്പം ഞാൻ 5 കോയിൻസ് വെച്ചിട്ട് കുറച്ച് ഗെയിമൊക്കെ അവിടെ നിന്ന് കളിച്ചിട്ടോ. സംഭവം നല്ല രസമുള്ള പരിപാടിയാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ 2000 രൂപ വെച്ചിട്ട് എനിക്ക് 4000 രൂപ കിട്ടിയിട്ടോ. സംഭവം എന്തായാലും നല്ല രസമുള്ള പരിപാടിയാണ്. നമുക്ക് ടൈമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കളിച്ച് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കളി അറിയും വേണം. അപ്പോൾ ഞാനവിടെ നിന്ന് കളി പഠിച്ചിട്ട് കളിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ ഈ കസീനോൻ്റെ ഉള്ളിലുള്ള ഇമ്പീരിയൽ റൂമിലാണ് കേട്ടോ. ഇതൊരു പ്രൈവറ്റ് റൂമാണ്. VIP കളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നിട്ടാണ് ഗെയിമൊക്കെ കളിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയ റൂമാണ് കേട്ടോ. ഇവിടെ വേറെ ആരൊന്നും കയറില്ല. ഭയങ്കര സെക്യൂരിറ്റി ഉള്ള റൂമാണ്. അപ്പം ഇതിൻ്റെ ഉള്ളിലത്തെ ആംബിയൻസ് നല്ല അടിപൊളിയാണ് കേട്ടോ. ഒന്നും പറയാനില്ല. ഭയങ്കര ഒരു പ്രൈവസി ഉള്ള റൂമാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ഇവിടെ നിന്ന് ഗെയിം കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഡ്രിങ്ക്സ് ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ. അത് ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജാണ്. ഇനി കാസിനോ മഹജോങ്ങിലെ ഡൈനിങ് ഏരിയയിലേക്ക് നമുക്ക് പോവാം. നല്ല വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഈവനിങ് 6 മണിക്ക് ശേഷം ഇവിടെ ഡാൻസ് പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവും. ഈ കാസിനോ മഹജോങ്ങിൻ്റെ ഇൻറ്റീരിയർ ഒരു രക്ഷയില്ല കേട്ടോ. അവരുടെ കളർ തീമൊക്കെ അടിപൊളിയാണ്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പം നമുക്ക് വേറൊരു ഫീലാണ്. ഇനി ഇവിടുത്തെ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അൺലിമിറ്റഡ് ബഫേ ആണ്. നോൺ വെജ് ഫുഡാണ് ഉള്ളത്. നിങ്ങൾ രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും, ഉച്ചയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ ലഞ്ച് കിട്ടും, ഈവനിങ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവായിട്ട് ഡാൻസ് പ്രോഗ്രാം കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഡിന്നർ കഴിക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. ഫുഡൊക്കെ കിടിലനായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ചിക്കനും എഗ്ഗും പിന്നെ കുറേ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. സംഭവം അവിടെയുള്ള ലൈവ് ഡാൻസൊക്കെ കിടിലനായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഡാൻസ് ആയിരുന്നു. നല്ല അടിപൊളി. നമ്മളിങ്ങനെ കണ്ടിരുന്ന് പോകും. അത്രയും എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പം ഒരിക്കലും മിസ് ചെയ്യരുത്. നിങ്ങളിത് കാഠ്മണ്ഡുവിലൊക്കെ പോവുകയാണെങ്കിൽ ഒരു വട്ടെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം.
ഗൈസ് അപ്പോൾ ഞാൻ കാസിനോൻ്റെ ഉള്ളിലൊക്കെ കയറി നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഞാൻ റിയലി എൻജോയ് ചെയ്തു. കാരണം ഫസ്റ്റ് ടൈമാണ് ഞാനൊരു കാസിനോൻ്റെ ഉള്ളിൽ പോകുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത്. പക്ഷേ ഭയങ്കര വേർത്താണ് കേട്ടോ. വെറും 2500 രൂപയ്ക്ക് നിങ്ങൾക്ക് 2 പെഗ് വെറും 2500 രൂപയ്ക്ക് നിങ്ങൾക്ക് 2 പെഗ് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് ഗെയിം കളിക്കാൻ പറ്റും. പിന്നെ അൺലിമിറ്റഡ് ബുഫേ കിട്ടും കേട്ടോ. അൺലിമിറ്റഡ് ബുഫേ ഫുഡും കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഫുഡൊക്കെ നല്ല അടിപൊളി ഡാൻസ് കണ്ടിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. നിങ്ങൾ വരുന്നത് വൈകുന്നേരം 6 മണിക്ക് ശേഷമാണെങ്കിൽ ഇവിടെ അടിപൊളി ഡാൻസ് ഉണ്ടാവും കേട്ടോ. ഡാൻസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഡിന്നർ കഴിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ പ്ലേ ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഗെയിം കളിക്കുന്നതൊക്കെ. പക്ഷേ ഈ ഒരു ആംബിയൻസിൽ നിങ്ങൾക്ക് ഫുഡും പിന്നെ ഡാൻസും ഒക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഇത് കാഠ്മണ്ഡുവിലാണ്. കാഠ്മണ്ഡുവിലുള്ള സോൾട്ടി ഇൻ്റർനാഷണൽ ഹോട്ടലിലുള്ള കാസിനോ മഹാജോങ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാഠ്മണ്ഡുവിലൊക്കെ വരികയാണെങ്കിൽ ജസ്റ്റ് ഞാനൊരു ഇവിടെ നമ്പർ കൊടുക്കുക. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് റൂം വേണമെങ്കിൽ അതും അവർ അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കാഠ്മണ്ഡുവിലൊക്കെ വരുമ്പോൾ ഇവിടെ വിസിറ്റ് ചെയ്യുക, അടിച്ച് പൊളിക്കുക. അപ്പം ഇതുപോലത്തെ മറ്റൊരു അടിപൊളി കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.